I am Deepa S. Panikar here inside my house, Sahadeva Mandiram, Olagattiambalam PO, Bharanikavu village, Pallikal Naduvile Muri. എൻ്റെ ഭരണിക്കാവ് വില്ലേജിലെ വാർഡ് 1 എൻ്റെ ഇത് 1-ാം വാർഡാണ്. എൻ്റെ ഹൗസ് നമ്പർ എന്ന് പറയുന്നത് 89 സഹദേവ മന്ദിരം. ഇത് എൻ്റെ പേരിലുള്ള വീടാണ്. ഇത് വേറെ ആർക്കും നമ്മൾ കൊടുക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇതെനിക്ക് അങ്ങനെ ആർക്കും കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് കൊണ്ടൊരു മോള് സക്സഷൻ, അല്ലെങ്കിൽ ഞാനും എൻ്റെ പാർട്ട്ണറുണ്ട് മുക്കും ഗുജർ. അദ്ദേഹം ഡൽഹിയിലാണ്, മുകേഷ് കുമാർ. അയാളല്ലാതെ എനിക്കൊരു വേറൊരു പാർട്ട്ണറും ഇല്ല. ഐ എം എ ഡിവോഴ്സ്ഡ് പേഴ്സൺ. ഞങ്ങൾ ലിവിങ് ടുഗദർ ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഡൽഹിയിലും ഞാനിവിടെയുമാണ്. അദ്ദേഹം വരും. അല്ലാതെ എനിക്ക് യാതൊരു വിധമായ ബന്ധങ്ങളും വേറെ ആരുമായിട്ടും ഇല്ല. ഇവന്മാർ എന്നെ വെച്ച് കുറേ കാശൊക്കെ ഉണ്ടാക്കി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ വളരെ വളരെ എന്തൊക്കെയോ ഗൂഢമായ നീക്കങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. പിന്നെ എൻ്റെ വസ്തുവും വകകളൊക്കെ തട്ടിയെടുക്കാനും ഒക്കെ പല പല നീക്കങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഉപയോഗിച്ച് നമ്മുടെ കള്ള ഒപ്പൊക്കെ ഇട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇവന്മാർ. ഇതൊന്നും ഞാൻ ചെയ്യുന്നതല്ല. അതുപോലെ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ പോവുക, അങ്ങനെ പല രീതിയിലുള്ള പല പല കള്ളത്തരങ്ങളുണ്ട്. പിന്നെ ഇവരുടെ ഡിസീസ് ഇൻഡ്യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തുടങ്ങിയായിരുന്നു. തല മുതലാണ് തുടങ്ങുന്നത്. തലയിലെ ആദ്യമേ ഹെയർ, പിന്നെ ഇനിയും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇവരെന്താണ് ചെയ്യുന്നതെന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തലയിലേക്ക് നമ്മുടെ ഇൻഫ്രാസോണിക് സൗണ്ട് വേർബ്സ്, സോണിക് സൗണ്ട് ഉപയോഗിച്ച് നമ്മുടെ തലയിൽ നമ്മുടെ ഹിറ്റ് ചെയ്യിപ്പിക്കുക ഈ വേർബ്സിനെ കൊണ്ട്. അന്നേരം നമ്മുടെ സ്കള്ളിനകത്തിരിക്കുന്ന ബ്രെയിൻ അതിന് ഷേക്ക്, വൈബ്രേഷൻ ഉണ്ടാവും ഭയങ്കരമായിട്ട്. അപ്പോൾ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന് കൺഫ്യൂഷൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? അത് തന്നെയല്ല, വൈബ്രേറ്റ് ചെയ്യുമ്പം നിങ്ങൾക്കറിയാം, ഒരു സാധനം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് ഫ്ലോ, ഇപ്പം ബ്ലഡ് ഫ്ലോ ചെയ്യുവാണെങ്കിൽ ഒരു അടുത്ത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫ്ലോ ആ വൈബ്രേഷനുള്ള സ്ഥലത്തു നിന്ന് അതിന് പ്രൊസീഡ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അന്നേരം ഈ നമ്മുടെ തലയ്ക്ക് വൈബ്രേഷൻ ഉണ്ടാകുമ്പം നമ്മുടെ ബ്ലഡ് വെസൽസിൽ കൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യത്തില്ല. മനസ്സിലായില്ല? അത് അവിടെ തന്നെ കെട്ടി നിൽക്കും. അപ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തത്തില്ല. അങ്ങനെ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിയില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ ബ്രെയിൻ സെൽസിനെ അത് അഫക്റ്റ് ചെയ്യും. ബ്രെയിൻ സെൽസ് ഡെഡ് ആവും. മനസ്സിലായില്ലേ? നമ്മുടെ ബ്രെയിൻ സെൽസ് ഡെഡ് ആയാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർഗനാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. സോ ബ്രെയിൻ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാർട്ടും. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ എല്ലാ സിഗ്നൽസും നെർവ്സിലേക്കുമൊക്കെയുള്ള സിഗ്നൽസ് നമ്മൾ ടച്ച് ചെയ്യാൻ, നമ്മളുടെ സെൻസറി എല്ലാം നമ്മുടെ ബ്രെയിനാണ്. നമ്മളുടെ ടച്ച്, സെൻസസ്, ഇയേഴ്സ്, നമ്മൾ എന്താണ് കാണുന്നതെന്നെല്ലാം മനസ്സിലാക്കി തരുന്നതും നമ്മളുടെ സെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് മെമ്മറി ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കും. അതിനാണ് ഇവന്മാർ ഇത് ചെയ്യുന്നത്. ഇതാണ് ഇവന്മാരുടെ ഉദ്ദേശം. ഓക്സിജൻ ലാക്ക് ചെയ്ത് നമ്മുടെ ബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്.